ഹായ് ഫ്രണ്ട്സ്, KPS വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പക്ഷേ പറയാണ്, അങ്ങനെ എല്ലാ സുന്ദരിമാരും വിളിച്ച് കഴിഞ്ഞാൽ പോകണ്ട കേട്ടോ. എല്ലാവരെയും അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, ഞാൻ ചുമ്മാ പറഞ്ഞതാണേ, പാവല്ലേ എന്ന് കരുതി ഹെൽപ്പ് ചെയ്യാൻ വന്നപ്പോൾ എന്തൊക്കെ ചോദ്യങ്ങളാ. ശ്രീകാന്ത് ചോദിക്കുകയാണ്, അതൊക്കെ പോട്ടെ, ഇപ്പോൾ ഒരു പ്രശ്നം വന്നപ്പോൾ എന്തുകൊണ്ടാണ് എന്നെ വിളിച്ചേ? നിനക്ക് വേറെ ബോയ് ഫ്രണ്ട്സ് ആരും ഇല്ലേ? എന്ത്? നിനക്ക് ബോയ് ഫ്രണ്ട്സ് ആരും ഇല്ലേന്ന്? അല്ല, നീ വിളിച്ചിട്ട് ആരും വരാത്തത് കൊണ്ട് എന്നെ വിളിച്ചതാണോ? എനിക്കങ്ങനെ വേറെ ബോയ് ഫ്രണ്ട്സ് ഒന്നുമില്ല. ഞാൻ ദിവസം വിളിക്കുന്ന ഒരേ ഒരു ഫ്രണ്ട് നീ മാത്രം. അല്ല, സ്കൂളിലും കോളേജിലൊക്കെ ഒന്നിച്ച് പഠിച്ച ഫ്രണ്ട്സൊക്കെ കാണില്ലേ? ഉണ്ട്, പക്ഷേ വിളിക്കാറൊന്നുമില്ല. ഫ്രണ്ട്സിനെയൊക്കെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ വലിയ പാടാ. അവർക്ക് വേണ്ടി ഒരാവശ്യമില്ലാതെ കുറേ സമയം ചെലവിടണം. വർക്ക് ചെയ്യേണ്ട സമയം അതിനായി നീക്കി വെക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ആരുമായിട്ടും അധികം കോണ്ടാക്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു അഹങ്കാരിയായ പെണ്ണ് എന്നാണ് എല്ലാവരും പറയുന്നത്. എന്നെ മാത്രം എന്താ ഡെയിലി വിളിക്കുന്നത്? ഫുഡിന് വേണ്ടി മാത്രമാ? ഫുഡിന് വേണ്ടിയാണെങ്കിൽ ഓർഡർ ചെയ്താൽ പോരെ, നിന്നെ എന്തിനു വിളിക്കണം? നേരിട്ട് കാണണം. എന്താണ് കാരണം? എൻ്റെ അടുത്ത ഫ്രണ്ടാണെന്ന് ഉള്ളത് തന്നെയാണ് കാരണം. ഞാൻ നീയായിട്ടും നീ ഞാനായിട്ടും ഒക്കെ സംസാരിക്കാൻ സമയം കണ്ടെത്തുന്നു. എന്നെ നന്നായി മനസ്സിലാക്കുന്നുമുണ്ട്. എന്തോ നിൻ്റെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് സന്തോഷവും സുഖവും തോന്നുന്നു. അപ്പോൾ ഞാൻ നിൻ്റെ ഫ്രണ്ടാണെന്ന് പറയുന്നത്? ഫ്രണ്ട് മാത്രമല്ല, വളരെ നല്ല ഫ്രണ്ട്. പോവാ, പെട്ടെന്ന് സ്റ്റുഡിയോയിലെത്തണമെന്ന് പറഞ്ഞിട്ട് സംസാരിച്ച് സമയം കളയാ? എന്നോടല്ലേ സംസാരിച്ചേ, സമയം കളഞ്ഞു എന്ന് പറയണ്ട. ശരി, വാ. ഈവനിങ്ങിൽ സ്കൂട്ടർ എടുക്കാൻ വേണ്ടി വരണം. അപ്പോൾ എന്നെ ഇവിടെ കൊണ്ടുവിടണം കേട്ടോ. കൊണ്ടുവിടാം. താങ്ക്സ്. എന്നോട് താങ്ക്സ് ഒക്കെ പറയണോ? അയ്യോ, പറഞ്ഞത് ഞാൻ പിൻവലിച്ചേ. ഏട്ടാ, വണ്ടി ശരിയാക്കി വെക്കേ, ഞാൻ ഈവനിങ് വന്നിട്ടെടുത്തോളാം. ഓ ശരി. അങ്ങനെ വർഷയും ശ്രീകാന്തും വണ്ടിയിൽ കയറിയിട്ട് പോവാണ്. അപ്പോൾ രണ്ടുപേര് ഷോപ്പിൽ നിന്നും ഇറങ്ങിയിട്ട് പറയാണ്, ഏട്ടാ അതേ നോക്കിയേ അത്. അവർ ഭാര്യയോട് ചോദിക്കുകയാണ്, ഏതാണ് ആ പയ്യൻ? ഞാനെങ്ങനെ അറിയാനാ? എൻ്റെ മോള് കുഴിയിലൊന്നും വീഴില്ലെന്ന് പറഞ്ഞ് ഫ്രീഡം കൊടുത്തതല്ലേ. അതേ നോക്ക്, കണ്ണുനിറയെ കാണ്. അവൻ അവളുടെ ഫ്രണ്ടായിരിക്കൂലേ? കണ്ടാൽ അങ്ങനെ പറയില്ല. അവളുടെ ഇരിപ്പ് കണ്ടില്ലേ, ഒട്ടിച്ചേർന്ന് അവൻ്റെ ചുമരിൽ. നിങ്ങൾ വണ്ടി എടുക്ക്, നമുക്ക് അവരുടെ പിറകെ തന്നെ പോകണം. ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യം. നീ ടെൻഷനാവാതെ. അവൾ വീട്ടിൽ വരട്ടെ, നമുക്ക് ചോദിക്കാം. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേരത്തെ കല്യാണം കഴിപ്പിച്ച് വിടണമെന്ന്. കേട്ടില്ല? നീ വിട്, അവൾ ഈവനിങ്ങിൽ വീട്ടിൽ വരുമല്ലോ, നമുക്ക് ചോദിക്കാം. സ്റ്റുഡിയോയിലേക്കെന്ന് പറഞ്ഞ് പോയിട്ട് കണ്ടവൻ്റെ ഒക്കെ കൂടി കറങ്ങി നടക്കുക. അവൾ സ്റ്റുഡിയോയിലേക്ക് ആയിരിക്കും പോയിട്ടുണ്ടാകാൻ. നീ ടെൻഷനാവാതെ. നിങ്ങൾ വണ്ടി എടുക്ക്, സ്റ്റുഡിയോ വരെ ഒന്ന് പോകണം. വൈകുന്നേരം വരെ കാത്തിരിക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഇപ്പോൾ വേണം, ഇപ്പം തന്നെ പോകണം. നോക്ക്, വെറുതെ കയറി ചെന്നാൽ ശരിയാവില്ല. അവിടെ നിന്നൊന്നും കഴിക്കാതെയല്ലേ പോയത്. ഫുഡ് എന്തെങ്കിലും കൊടുക്കാനെന്നുള്ള വ്യാജന പോകണം. സ്റ്റുഡിയോയിൽ അവളുടെ പരിപാടി തുടങ്ങി. നിങ്ങൾക്കെന്നെ മനസ്സിലായിട്ടില്ല സാർ, ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള പെണ്ണല്ല എന്നൊക്കെ പറയാണ്. അപ്പോഴാണ് അവളുടെ അച്ഛനും അമ്മയും അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. നമസ്കാരം. 2 മിനിറ്റ് വെയിറ്റ് ചെയ്യ്, ഡബ്ബിങ് നടക്കുക. ഓക്കെ, കയറിയാണ്. എൻ്റെ അച്ഛനും അമ്മയും വളരെ കഷ്ടപ്പെട്ടാണ് എന്നെ വളർത്തിയത്. അവളുടെ ഡബ്ബിങ് തുടങ്ങി കഴിഞ്ഞു. അവരെനിക്ക് ദൈവത്തെ പോലെയാ. ദയവ് ചെയ്ത് എൻ്റെ പിറകെ നടക്കരുത്, ശല്യപ്പെടുത്തരുത്. എൻ്റെ അമ്മയാ എൻ്റെ എല്ലാം. എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ ചെയ്യില്ല. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാനായിട്ട് പേരുദോഷം ഉണ്ടാക്കില്ല. അവർ പറയുന്നതേ ഞാൻ അനുസരിക്കൂ. അതെൻ്റെ കടമയാ. ദയവ് ചെയ്ത് എന്നെ മനസ്സിലാക്കൂ സാർ. ഓക്കെ വർഷ, സൂപ്പർ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സാർ. ഇതൊക്കെ പഴഞ്ചൻ സ്റ്റൈലല്ലേ സാർ? അച്ഛനും അമ്മയും പറയുന്ന ചെറുക്കനെ മാത്രമേ വിവാഹം കഴിക്കൂന്ന്. നായകൻ ഹീറോയോട് ചോദിച്ചതാ, ഞാൻ നിന്നെ കെട്ടട്ടെ എന്ന്. അതിനാ ഇവളിത്രയും ഇമോഷണലാവുന്നത്. അച്ഛൻ്റെ ഇഷ്ടം, അമ്മയുടെ ഇഷ്ടം, പേരുദോഷം, കടമ, എന്തൊക്കെയായി പറയുന്നത്? അച്ഛൻ്റെ അമ്മയുടെ ഇഷ്ടത്തിന് നോക്കിയിട്ടാണ് നമ്മൾ കല്യാണം കഴിക്കേണ്ടത്. ഞാൻ എൻ്റെ ഇഷ്ടത്തിനെ കേട്ടു. കടമ, മണ്ണാങ്കട്ട. വർഷ പറയാ, ഇതൊക്കെ അമ്മയും അച്ഛനും കേട്ട് നിൽക്കുക. അപ്പോഴാണ് അവർ വിളിക്കുന്നത്. വർഷയുടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. അവർ വന്നിട്ടുണ്ടോ? ഞാൻ ഇതേ വരുന്നു സാർ. അല്ല, ഇത് വല്ലാത്തൊരു സർപ്രൈസ് ആയിപ്പോയല്ലോ. എന്താ രണ്ടുപേരും വന്നത്? ഇതുവഴി പോകുമ്പോൾ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. നീ ഡബ്ബ് ചെയ്യുന്നതൊന്ന് കാണാമെന്ന് കരുതി. രാവിലെ നീ ഒന്നും കഴിക്കാതെയല്ലേ വന്നത്? ഭക്ഷണം വാങ്ങിച്ചിട്ടുണ്ട്, നീ ഇത് കഴിക്ക്. ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് എടുത്തോട്ടെ? ഓക്കെ. ഫുഡ് കഴിക്കുന്ന മുറിയിലേക്ക് പോയി. അച്ഛാ, അങ്ങോട്ടിരിക്കാം. ഭക്ഷണം കഴിക്കും മോളെ. കഴിക്കാം. ഞാൻ ഡബ്ബ് ചെയ്യുന്നത് കേട്ടിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു, താങ്ക്സ്. ഇനി പറ, നിങ്ങളെന്താ വന്നേ? ഇല്ലേ, മോൾക്ക് ഭക്ഷണം തരാൻ വേണ്ടി വന്നതാ. അതാ റെക്കോർഡ്സിനോട് പറഞ്ഞാൽ വിശ്വസിക്കും. വിശ്വസിക്കില്ല. നിങ്ങൾ ഒരു റീസണും ഇല്ലാതെ വരില്ല. എന്താ ഡാഡി കാര്യം? അവളുടെ അമ്മ പറയാണ്, വർഷേ, വളരെ ഫ്രീഡം തന്നാൽ ഞങ്ങൾ നിന്നെ വളർത്തിയത്.
നിങ്ങളെനിക്കെന്തിനു ഫ്രീഡം തരണോ? എൻ്റെ ഫ്രീഡം എൻ്റെ അവകാശമല്ലേ? ഇവൾ പറയുന്നത് കേട്ടില്ലേ? എന്താ നീ കരുതിയിരിക്കുന്നത്? അവരുടെ കൂടെയാ നീ ബൈക്കിൽ നാട് ചുറ്റാൻ പോയത്? അപ്പോൾ അച്ഛൻ പറയാണ്, മൈമ നീ എന്തിനാ അവളോട് ദേഷ്യപ്പെടുന്നത്? അവൾ ഭക്ഷണം കഴിക്കട്ടെ. മോള് കഴിക്ക്. മോളെ, നീ ആരുടെ കൂടെയാ ബൈക്കിൽ കറങ്ങിയത്? നിങ്ങളെനിക്ക് ഭക്ഷണം തരാനല്ല വന്നതല്ലേ? ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ വേണ്ടി വന്നതല്ലേ? ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞോ നിങ്ങളുടേത്? ഇല്ല. അവൻ ആരാന്ന് പറയടി. അവൻ ആരായാലും നിങ്ങൾക്കെന്താ മമ്മി? മോളെ, ഞങ്ങൾ ആദ്യമായിട്ടാണ് ആ പയ്യനെ കാണുന്നത്. ആരാണവൻ? ഡാഡി, പേര് ശ്രീകാന്ത്. കുറച്ച് നാളായി ഞങ്ങൾ പരിചയപ്പെട്ടിട്ട്. എന്താടി നിങ്ങൾ തമ്മിലുള്ള ബന്ധം? അവൻ എൻ്റെ ഫ്രണ്ടാ. ഏതാണ് ആ പയ്യൻ? നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് പരിചയപ്പെട്ടത്? ശരിക്കും ഫ്രണ്ട് തന്നെയാണോ? കയ്യിൽ ഫോണുണ്ടെങ്കിൽ താ, അവൻ്റെ ബയോഡാറ്റ ഒക്കെ ഞാൻ ഫില്ല് ചെയ്ത് തരാം. ഇത് പറയുന്നത് കേട്ടല്ലോ, ഇവൾക്ക് നമ്മൾ ഫ്രീഡം കൊടുത്തത് തെറ്റായിപ്പോയി. മമ്മി, നിങ്ങളെന്താ പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? മമ്മി ആരാ? ബ്രിട്ടീഷ് ക്വീനോ എനിക്ക് ഫ്രീഡം തരാൻ? മോളെ, അവൻ ആരാണെന്ന് പറഞ്ഞാൽ എന്താ? എന്തിന് പറയണ്ടാടി? നിങ്ങൾ ആരോടൊക്കെ സംസാരിക്കുന്നുണ്ട്? ഞങ്ങൾ നിൻ്റെ പേരൻസാ. നീ ഞങ്ങൾ ചോദിക്കുന്നതിന് മറുപടി പറയണം. അതൊക്കെ വീട്ടിൽ. ഇതെൻ്റെ വർക്ക് പ്ലേസാ. ഞാൻ വീട്ടിൽ വരുന്നത് വരെ ക്ഷമിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല അല്ലേ? ഇവിടെ വന്ന് ചോദ്യം ചെയ്യുന്നു. കഷ്ടം തന്നെ. മോളെ, നിങ്ങളോടുള്ള സ്നേഹവും കരുതലും കൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. കാലത്ത് ആരെയും വിശ്വസിക്കരുത്. ഡാഡി, ശ്രീകാന്ത് എൻ്റെ ഫ്രണ്ടാ. എൻ്റെ സ്കൂട്ടർ തകരാറിലായത് കാരണം അവൻ എന്നെ പിക്ക് ചെയ്താൽ വന്നതാ. അതിനിപ്പോൾ എന്താണോ? ആരെങ്കിലും കണ്ടാൽ എന്ത് കരുതും? അത് കണ്ടവരോട് പോയി ചോദിക്ക്. എനിക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾക്കൊന്നും ഇരുന്ന് തരാൻ സമയമില്ല. എനിക്ക് വേറെ ജോലിയുണ്ട്. വർഷേ, നിൽക്കടി അവിടെ. വീട് മഹിമ. അവൾ പറഞ്ഞില്ലേ ഫ്രണ്ടാണെന്ന്. ഇനി ഭക്ഷണമായിട്ട് ഇങ്ങോട്ട് വരരുത്. എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ വേറെ ആളുണ്ട്. ബൈ ഡാഡി. മധുവേട്ടാ, ഇവളെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. നമ്മൾ ദേഷ്യപ്പെട്ടാൽ ഇവൾക്ക് വാശി കൂടുകയുള്ളൂ മഹിമ. കുറച്ച് വിട്ടുപിടിക്കണം. ചന്ദ്ര റെഡിയായിട്ട് വരികയാണ്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നു, ആൻറ്റി റെഡിയല്ലേ? ഞാൻ റെഡിയാ. എന്നാൽ തുടങ്ങാം. നമുക്കാദ്യം യോഗ ചെയ്യാം. യോഗയോ? ഡാൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ശരീരവേദനയൊക്കെ മാറിക്കോളും. എനിക്ക് യോഗ അറിയില്ല. ഞാൻ പഠിപ്പിക്കാൻ ആൻറ്റി. എൻ്റെ മരുമോൾക്ക് അറിയാത്തതായിട്ട് ഒന്നുമില്ലല്ലോ. എൻ്റെ എല്ലാ കാര്യങ്ങളും അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. യോഗ ചെയ്യാനുള്ള കപ്പാസിറ്റി ആൻറ്റിക്കില്ല. ആൻറ്റി തറയിലേക്ക് വീണു. അപ്പോൾ അവൾ പറയാണ്, ആൻറ്റി തറയിൽ കിടക്കാനല്ല പറഞ്ഞത്. യോഗയൊക്കെ ഒരുവിധം കഴിഞ്ഞ് അതിനുശേഷം അവർ അവിടെ ഇരുന്നിട്ട് രേവതിയെ വിളിക്കുകയാണ്. നല്ല സ്ട്രോങ് ആയിട്ടൊരു കോഫി എടുത്ത് കൊണ്ടുപോകാൻ എന്ന് പറയുന്നുണ്ട്. അമ്മേ, മുറ്റടിച്ച് വൃത്തിയാക്കിയതിന് ശേഷം കൊണ്ടുവന്നാൽ മതിയോ? എന്തോ? നീ ജോലി ചെയ്ത് തീർക്കുന്നതുവരെ ഞാൻ കാത്തിരിക്കണോ? അപ്പോൾ ശ്രീകാന്ത് അവിടെ എത്തി. എന്നിട്ട് ശ്രീകാന്ത് ചോദിക്കുകയാണ്, ഇതെന്താ അമ്മ ഇങ്ങനെ? ഞാൻ യോഗ ചെയ്യാം മോനെ. അപ്പോൾ ഏട്ടത്തിയാണ് അതിൻ്റെ ആളല്ലേ? ഏട്ടത്തിയടുത്ത് പല ഐറ്റംസ് കൊണ്ടെന്ന് തോന്നുന്നു. ബേസിക്കൊക്കെ എല്ലാത്തിൻ്റെയും അറിയാം. നീ ഞങ്ങളുടെ കൂടെ കൂടുന്നോ? എനിക്കിതൊന്നും സെറ്റാവില്ല. നിങ്ങൾ തുടങ്ങിക്കോ. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ആൻറ്റിയുടെ യോഗയും അത് ശ്രുതി പഠിപ്പിക്കുന്ന സംഭവമൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.